ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കുവൈറ്റ് അഗ്നിബാധ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മലയാളികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ഭൌതിക ശരീരങ്ങൾ വേഗത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ നടപടി കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും പ്രതികരണം തേടി സുപ്രീംകോടതി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവകേരള നിർമ്മിതിയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. യൂറോകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിൽ എത്തിയത്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി ശ്രീ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ആണവ മേഖല, ബഹിരാകാശം, വിദ്യാഭ്യാസം, കാലാവസ്ഥ, ഡിജിറ്റൽ, പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്ത്രപ്രധാനമായ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. അടുത്ത വർഷം ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്ന AI ഉച്ചകോടിയുടെയും ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിർമ്മിത ബുദ്ധി, ആധുനിക സാങ്കേതിക വിദ്യകൾ, ഊർജ്ജം, കായികം എന്നീ മേഖലകളിലുള്ള സഹകരണം വിപുലീകരിക്കാനും തീരുമാനമായി. UK പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. യുക്രൈനിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും വിലയിരുത്തി. G7 നേതാക്കൾ, ഔട്ട്റീച്ച് രാജ്യങ്ങളിലെ നേതാക്കൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി യോഗങ്ങളും ചർച്ചകളും നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കുവൈറ്റിൽ ജീവൻ നഷ്ടമായ മലയാളികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതികദേഹങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. 23 മലയാളികളെ കൂടാതെ 7 തമിഴ്നാട് സ്വദേശികളുടെയും കർണാടകയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെയും ഭൌതിക ശരീരങ്ങളാണ് ഇന്ന് രാവിലെ 11:30 കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 45 പേരുടെ ഭൌതിക ശരീരങ്ങളാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഇന്ന് രാജ്യത്ത് എത്തിച്ചത്. കുവൈറ്റിൽ നടന്ന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിന് കുവൈറ്റ് അധികൃതരുമായി ഏകോപിപ്പിച്ച് കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. വിദേശ ഇന്ത്യക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ കുവൈറ്റ് സർക്കാർ സ്വീകരിക്കുമെന്നും അതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേഗത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 പേരുടെ മൃതദേഹങ്ങൾ നാളെ ജന്മസ്ഥലത്ത് എത്തിക്കും. ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ നാളെ രാവിലെ വാരാണസിയിലേക്ക് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് മൃതദേഹങ്ങൾ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തിക്കും. നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും പ്രതികരണം തേടി. വിഷയത്തിൽ പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെ ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോടും ബീഹാർ സർക്കാരിനോടും 2 ആഴ്ചയ്ക്കകം പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ പൊതു താൽപര്യ ഹർജികളും ജൂലൈ 8-ന് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. അതേസമയം ഹർജികളുടെ ആധിക്യം ഒഴിവാക്കാൻ നീറ്റ് UG വിഷയത്തിൽ വിവിധ ഹൈക്കോടതികളിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഹർജിയിൽ സ്വകാര്യ കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. നീറ്റ് പരീക്ഷാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കാൻ
കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് ഉചിതമായ പരിഹാരം കാണുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റിന്റെ കൌൺസിലിംഗ് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. നീറ്റ് പരീക്ഷാ വിവാദം അന്വേഷിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം നീറ്റ് പരീക്ഷാ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. സർക്കാർ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയെ ദുരുപയോഗം ചെയ്ത് മാർക്കുകളിലും റാങ്കുകളിലും വൻതോതിൽ കൃത്രിമം നടത്തിയതായി ശ്രീ ഖാർഗെ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവകേരള നിർമ്മിതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രവാസികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പ്രവാസി ക്ഷേമം സംബന്ധിച്ച ചർച്ചകൾക്കുള്ള വേദിയാണ് ലോക കേരള സഭയെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഡൽഹിയിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് സ്പെഷ്യൽ സെൽ 20 കോടി രൂപയുടെ അനധികൃത മയക്കുമരുന്ന് പിടികൂടി. സംഘത്തിലെ 2 പ്രധാന അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായും പിടിയിലായത് നൈജീരിയ, ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും സ്പെഷ്യൽ സെൽ പ്രസ്താവനയിൽ പറഞ്ഞു. മയക്കുമരുന്ന് സംഘത്തിലെ ശേഷിക്കുന്നവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രി 12:30 തുടക്കമാകും. 1 മാസം നീണ്ടു നിൽക്കുന്ന ആവേശ പോരാട്ടങ്ങൾക്കാണ് ജർമ്മനി വേദിയാകുക. മ്യൂണിലെ ഫുട്ബോൾ അരീനയിൽ ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടുന്നതോടെയാണ് പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് USA അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഒമാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് സൂപ്പർ 8-ലെത്താനുള്ള പ്രതീക്ഷകൾ ഇംഗ്ലണ്ട് സജീവമാക്കി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പാപ്പുവ ന്യൂഗിനിയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 182 പോയിന്റ് ഉയർന്ന് 76,993-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 67 പോയിന്റ് നേട്ടത്തിൽ 23,466-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ജൂൺ 19 പരിഗണിക്കാൻ ഡൽഹി കോടതി തീരുമാനം. വിഷയത്തിൽ മറുപടി നൽകാൻ ED സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി മുകേഷ് കുമാർ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 19ലേക്ക് മാറ്റിയത്. അതേസമയം മെഡിക്കൽ ബോർഡിന്റെ നടപടികളിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാൻ തന്റെ ഭാര്യയെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേജ്രിവാൾ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് കോടതി ശനിയാഴ്ചത്തേക്ക് മാറ്റി. മുംബൈ രാജ്യാന്തര ചലച്ചിത്രമേള നാളെ മുതൽ 21 വരെ ചെന്നൈയിൽ നടക്കും. ആദ്യമായാണ് ചെന്നൈ, കൽക്കട്ട, ഡൽഹി, പൂനെ എന്നിവിടങ്ങളിൽ മേള സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും സിനിമാ പ്രേമികളുടെയും സിനിമകൾക്ക് കൂടുതൽ ഇടം നൽകി തുടക്കക്കാർക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മേഖലാ മേധാവി രോഹിണി ഗൌതമൻ ആകാശവാണിയോട് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ത്രികോണാസനവുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രികോണാസനത്തിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളും അത് ചെയ്യേണ്ട രീതിയും വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കുവൈറ്റ് അഗ്നിബാധ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മലയാളികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ഭൌതിക ശരീരങ്ങൾ വേഗത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ നടപടി കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും പ്രതികരണം തേടി സുപ്രീംകോടതി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവകേരള നിർമ്മിതിയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. യൂറോ കപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലൻഡിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.